നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ചോദ്യപേപ്പർ ചോർച്ച അന്വേഷിക്കാൻ 6-അംഗ സമിതിയെ നിയോഗിച്ച വിദ്യാഭ്യാസ വകുപ്പ് 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണം. തീരുമാനം വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ. ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിക്കും. ചോദ്യപേപ്പർ വിതരണത്തിൽ പാളിച്ചയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. MS സൊല്യൂഷൻസ് യൂട്യൂബിൽ ചാനൽ സംപ്രേഷണം നിർത്തി. തീരുമാനം ചോദ്യപേപ്പർ ചോർച്ചയിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ബന്ധപ്പെട്ടതായി ഉടമ ഷുഹൈബ്. ഓണപരീക്ഷ ചോർച്ചയിൽ അന്വേഷണം നടന്നതായി ഷുഹൈബ് പോലീസിന് മൊഴി നൽകിയിരുന്നു. സ്വിഗ്ഗി ജീവനക്കാർ സമരം പിൻവലിച്ചു. തൊഴിൽ മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം. 23-ാം തീയതി മാനേജ്മെന്റുമായി മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യാമെന്ന ഉറപ്പിലാണ് പണിമുടക്ക് പിൻവലിച്ചത്. തിരുവനന്തപുരത്ത് നിശ ക്ലബിൽ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടിയ സംഭവത്തിൽ 10 പേർ പിടിയിൽ. എയർപോർട്ട് സാജൻ, മകൻ ഡാനി എന്നിവർ അടക്കമുള്ളവരാണ് അറസ്റ്റിലായത്. നോട്ടീസ് നൽകിയിട്ടും ഗുണ്ടാ നേതാവ് ഓംപ്രകാശ് ഹാജരായില്ല. ഗുണ്ടകളുടെ സാന്നിധ്യത്തിൽ പോലീസ് തമ്മിലടിച്ച സംഭവത്തിൽ അന്വേഷണം. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട സംസ്ഥാന പോലീസ് മേധാവി. സർക്കിൾ ഇൻസ്പെക്ടർമാർ മദ്യപിച്ച് തമ്മിലടിച്ചതായും ഗുണ്ടകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായും റിപ്പോർട്ടിലുണ്ട്. വാർത്ത പുറത്തെത്തിച്ചത് ന്യൂസ് 18. പത്തനംതിട്ട റാന്നിയിൽ യുവാവിനെ കാറിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ പിടിയിൽ. എറണാകുളത്തു നിന്നാണ് 3 പേരെയും പിടികൂടിയത്. കൊലപാതകത്തിന് കാരണം പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കം. മരിച്ചത് റാന്നി സ്വദേശി അമ്പാടി സുരേഷ്. റോഡുകളിലെ സുരക്ഷ ഉറപ്പാക്കാൻ പരിശോധന ശക്തമാക്കും. പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്നാണ് പരിശോധന നടത്തുക. സംസ്ഥാന പാതകളിലും മറ്റു റോഡുകളിലും പുതുതായി AI ക്യാമറകൾ സ്ഥാപിക്കും. ഹൈവേകളിൽ 24 മണിക്കൂറും പട്രോളിംഗ്. തീരുമാനം ADGP മനോജ് എബ്രഹാം വിളിച്ച ഉന്നതതല യോഗത്തിൽ. കോട്ടയം പാലായിൽ നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിന്നിൽ കാറിടിച്ചു 3 പേർക്ക് പരിക്ക്. എലിക്കുളം സ്വദേശി ജയലക്ഷ്മിയുടെ 4ഉം 1ഉം വയസ്സുള്ള കുട്ടികൾക്കാണ് പരിക്കേറ്റത്. അപകടം നടന്നത് പുലർച്ചെ 3:30-യോടെ പൊൻകുന്നം റോഡിൽ ചരളയിൽ. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്ന് നിഗമനം. പത്തനംതിട്ട കൂടലിൽ പിന്നോട്ടെടുത്ത ടിപ്പർ ലോറി തട്ടി വയോധികന് ദാരുണാന്ത്യം. മരിച്ചത് കൂടൽ സ്വദേശി ഗംഗാധരൻ. കൂടൽ ക്ഷേത്രത്തിന് സമീപമാണ് അപകടം. പത്തനംതിട്ട കൂടൽ അപകടത്തിൽ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്ന് അറിയിക്കണം. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിനോട് സർക്കാരിനോട് റിപ്പോർട്ട് തേടിയത്. പമ്പയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ ഒരാൾ മരിച്ചതിനെക്കുറിച്ചും റിപ്പോർട്ട് നൽകണം. കോഴിക്കോട് മുക്കം അരീക്കോട് റോഡിൽ വാഹനാപകടം. വലിയ പറമ്പിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയത് വയനാട്ടിൽ നിന്നും വേങ്ങേരിയിലേക്ക് പോയ ഒമ്നി. യാത്രക്കാർക്ക് കാര്യമായ പരുക്കില്ല. മണ്ണുത്തി വാളയാർ ദേശീയപാതയിൽ മംഗലം കുരുവപ്പാടത്ത് നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. വടക്കാഞ്ചേരി സ്വദേശി ചീരക്കുഴി അഷ്റഫ്, പാലക്കുഴി സ്വദേശി ജോമോൻ എന്നിവർക്ക് പരുക്കേറ്റു. ഇവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം വടക്കഞ്ചേരി ഭാഗത്തേക്ക് പോയിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച്. പനയമ്പാടം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ സംയുക്ത സുരക്ഷാ പരിശോധനാ റിപ്പോർട്ട് ഇന്ന് കൈമാറും. പനയമ്പാടത്ത് മീഡിയൻ സ്ഥാപിക്കണം എന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് റിപ്പോർട്ടിൽ. സ്ഥലത്ത് പരിശോധന നടത്തിയ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശവും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും. പനയമ്പാടം അപകടത്തിനു ശേഷം അടച്ച കരിമ്പ സ്കൂൾ തുറന്നു. 9 മണിക്ക് അനുശോചന യോഗം ചേർന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും എത്തിയത് കറുത്ത ബാഡ്ജ് ധരിച്ച്. അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അജ്ന സ്കൂളിൽ എത്തിയില്ല. വയനാട് മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ചു. സംഭവം 2 സംഘങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ടതിന് ക്രൂരത പയ്യമ്പള്ളി സ്വദേശി മാത്തനോട്. മാതനെ
വിദഗ്ധ ചികിത്സയ്ക്കായി മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ മാനന്തവാടി പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു പോലീസ്. മാനന്തവാടിയിൽ പട്ടികവർഗക്കാരനായ യുവാവിനെ റോഡിലൂടെ കാറിൽ വലിച്ചിഴച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ മന്ത്രി OR കേളുവിന്റെ നിർദ്ദേശം. പട്ടികവർഗക്കാരനായ യുവാവിനെതിരായ ആക്രമണത്തെ വളരെ ഗൗരവമായി കാണുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായി കർശന ശിക്ഷ നൽകുന്നതിനുള്ള എല്ലാ നടപടികളും സർക്കാർ ഇതിനോടകം സ്വീകരിച്ചതായും മന്ത്രി. NCPയിലെ മന്ത്രിമാറ്റത്തിൽ തീരുമാനം ഈ മാസം 17-ന് ശേഷമെന്ന് PC ചാക്കോ. അഖിലേന്ത്യാ നേതൃത്വത്തിന്റേതായിരിക്കും തീരുമാനം. ഘടകകക്ഷികളുടെ തീരുമാനം നടപ്പിലാക്കാൻ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ടെന്നും PC ചാക്കോ. മന്ത്രിസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച് വീണ്ടും തോമസ് കെ തോമസ്. 2.5 വർഷം ശശീന്ദ്രനും 2.5 വർഷം തനിക്കും എന്നതായിരുന്നു ശരത് പവാറിന്റെ തീരുമാനം. അത് നടപ്പിലാക്കുമെന്നും തോമസ് കെ തോമസ് പറഞ്ഞു. തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഗതാഗതം തടഞ്ഞുള്ള CPM സമ്മേളനത്തിൽ പങ്കെടുത്തത് 16 നേതാക്കളെന്ന് പോലീസ്. MV ഗോവിന്ദൻ, M വിജയകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ, V ജോയ്, VK പ്രശാന്ത് തുടങ്ങിയവർ വേദിയിലുണ്ടായിരുന്നു. വഞ്ചിയൂർ SHO ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. നേതാക്കൾ അടക്കമുള്ളവർ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് ഹൈക്കോടതി. ഫുട്പാത്തിൽ പോലും ജനങ്ങൾക്ക് രക്ഷയില്ലെന്നും വിമർശനം. വഞ്ചിയൂരിലെ റോഡ് തടഞ്ഞുള്ള സമ്മേളനത്തിൽ DGPയും ഹൈക്കോടതിയിൽ വിശദീകരണം നൽകി. പരിപാടികൾക്ക് അനുമതി നൽകരുതെന്ന് നേരത്തെ സർക്കുലർ ഇറക്കിയിരുന്നു. വഞ്ചിയൂർ സംഭവം അറിഞ്ഞയുടൻ ഇടപെട്ട് സംഘാടകർക്കെതിരെ കേസെടുത്തെന്നും DGP. ആരുടെയും പിന്തുണയില്ലാതെ നടുറോഡിൽ സ്റ്റേജ് കെട്ടില്ലെന്ന് കോടതി. ക്യാമ്പസുകളിൽ രാഷ്ട്രീയം നിരോധിക്കേണ്ടെന്ന് ഹൈക്കോടതി. നിരോധിക്കേണ്ടത് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയ കളികളാണ്. മതത്തിന്റെ പേരിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മതം നിരോധിക്കാറില്ലല്ലോ എന്നും കോടതി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഹാനികരമായിട്ടുള്ള സമ്പ്രദായങ്ങൾ തടയണമെന്നും ഹൈക്കോടതി. മലപ്പുറത്ത് സ്വയം വെടിയുതിർത്ത് കമാൻഡോയുടെ ആത്മഹത്യ. മരിച്ചത് അരീക്കോട് SOG ക്യാമ്പിലെ വിനീത്. ഗർഭിണിയായ ഭാര്യയെ കാണാൻ അവധി കിട്ടാത്തതിനാലും ജോലിഭാരം താങ്ങാത്തതിനുമാണ് ആത്മഹത്യയെന്ന് ആരോപണം. വിനീതിനെ ക്യാമ്പിലെ ശുചിമുറിയിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ. കൊടും പീഡനത്തിന്റെ ഇരയാണ് ജീവനൊടുക്കിയ വിനീതെന്ന് T സിദ്ദിഖ് MLA. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. മനുഷ്യത്വരഹിതമായാണ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ പെരുമാറുന്നത്. ഗർഭിണിയായ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും അവധി അനുവദിച്ചിരുന്നില്ല. റിഫ്രഷ്മെന്റ് കോഴ്സുകളിൽ പരാജയപ്പെടുന്ന പോലീസുകാർ നേരിടുന്നത് കൊടും പീഡനമെന്നും T സിദ്ദിഖ്. എറണാകുളം വടക്കൻ പറവൂരിൽ എക്സൈസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ അബ്കാരി കേസ് പ്രതിയുടെ അതിക്രമം. കാറിന്റെ ബോണറ്റ് കരിങ്കല്ലുകൊണ്ട് ഇടിച്ചു തകർത്ത പ്രതി വീടിന്റെ ജനൽ ചില്ലും തകർത്തു. ആക്രമണത്തിൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസറുടെ ഭാര്യയ്ക്ക് പരിക്ക്. അതിക്രമം അനധികൃത മദ്യവിൽപ്പനയ്ക്കെടുത്ത കേസിന്റെ വൈരാഗ്യത്തിൽ പ്രതി രാകേഷ് കസ്റ്റഡിയിൽ. വനനിയമ ഭേദഗതി വിജ്ഞാപനം അടിയന്തരമായി പിൻവലിക്കണമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. വനം വകുപ്പിന്റേത് ജനവിരുദ്ധ നിലപാട്. വനം മന്ത്രി നിയമ ഭേദഗതി കരട് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യം. കർഷകനെ ദ്രോഹിക്കാൻ ഉദ്യോഗസ്ഥരെ കയറൂരി വിടരുത്. ഭരണഘടനാ വിരുദ്ധമായ ഭേദഗതി നിർദ്ദേശങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും മാർ ജോസഫ് പാംപ്ലാനി. വനനിയമ ഭേദഗതി ബില്ലിൽ വിശദീകരണവുമായി മന്ത്രി AK ശശീന്ദ്രൻ. കുറ്റവാളികൾക്ക് ഭയക്കാനുള്ള ഭേദഗതികൾ മാത്രമാണ് ബില്ലിലുള്ളത്. നിയമസഭയിൽ വിശദമായ ചർച്ചകൾക്ക് ശേഷമേ ബില്ല് പാസാക്കുകയുള്ളൂ. മലയോര മേഖലകളിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി. മെക്സവൻ വിഷയത്തിൽ CPM നിലപാടിനെ തള്ളി RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി V കുഞ്ഞാലി. താനും നേരത്തെ മെക്സവൻ നടത്തിവരുന്ന വ്യായാമത്തിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ഏതെങ്കിലും രൂപത്തിലുള്ള ആശയ പ്രചാരണത്തിന്റെ വേദിയാണ് മെക്സവൻ എന്ന് മനസ്സിലാക്കാൻ തനിക്ക് സാധിച്ചിട്ടില്ലെന്നും കുഞ്ഞാലി.
മെക്സെവനിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് BJP നേതാവ് MT രമേശ്. BJP വ്യായാമ കൂട്ടായ്മയ്ക്ക് എതിരല്ല. ഈ ശൃംഖല എന്തിന് എന്ന് അന്വേഷിക്കണം. P മോഹനൻ മെക്സെവനെ കുറിച്ച് പറഞ്ഞത് എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലെന്ന് അന്വേഷിക്കണമെന്നും MT രമേശ്. BJPയിൽ നേതൃമാറ്റം തള്ളാതെ MT രമേശ്. ബൂത്ത് തലം മുതൽ ദേശീയ അധ്യക്ഷൻ വരെ മാറും. സംസ്ഥാന തലത്തിൽ മാത്രമായി ഈ പ്രക്രിയയ്ക്ക് മാറ്റമുണ്ടാവില്ലെന്നും MT രമേശ്. മണിയാർ പദ്ധതി കരാർ നീട്ടരുതെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. KSEB നിലപാട് അറിയിച്ചതാണ്. വ്യവസായ വകുപ്പ് കരാർ നീട്ടണമെന്നാണ് ആവശ്യപ്പെട്ടത്. പദ്ധതി സർക്കാർ തിരിച്ചെടുക്കണമെന്നാണ് വൈദ്യുതി ബോർഡിന്റെ അഭിപ്രായമെന്നും മന്ത്രി. വൈദ്യുതി ചാർജ് ഇനി കൂട്ടേണ്ടി വരില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. ദീർഘകാല കരാർ റദ്ദാക്കിയത് പുനഃസ്ഥാപിക്കാൻ സുപ്രീം കോടതിയെ സമീപിച്ചു. വാദം പൂർത്തിയായി. അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. വിധി പ്രതികൂലമെങ്കിൽ മാത്രം ചാർജ് വർധനവിനെ കുറിച്ച് ആലോചനയുള്ളൂവെന്നും മന്ത്രി. മണിയാർ കാർബോറണ്ടം കരാർ കൊള്ളയെന്ന് K മുരളീധരൻ. മന്ത്രിസഭയിൽ പോലും ആലോചിക്കാതെ ഏകപക്ഷീയമായാണ് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും തീരുമാനമെടുത്തത്. മന്ത്രി K കൃഷ്ണൻകുട്ടി രാജിവെക്കണമെന്നും K മുരളീധരൻ. KPCCയിൽ സമ്പൂർണ്ണ പുനഃസംഘടന ഇല്ലെന്ന് K മുരളീധരൻ. അങ്ങനെ ഒരു ചാപ്റ്റർ പോലും തുറന്നിട്ടില്ല. പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ആവശ്യമില്ല എന്നും K മുരളീധരൻ. തൃശൂർ DCC പുനഃസംഘടന മാത്രമാണ് മുൻഗണന. KPCC ഒഴിവുകൾ നികത്തുന്ന കാര്യം പിന്നെ ആലോചിക്കുമെന്ന് K മുരളീധരൻ. ടികോമിന് നഷ്ടപരിഹാരം നൽകി സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. വ്യവസ്ഥകൾ ലംഘിച്ചാൽ ടികോമിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാമെന്ന കരാർ നിലനിൽക്കെ കമ്പനിക്ക് സർക്കാർ പണം നൽകുന്നത് സംസ്ഥാന താൽപര്യത്തിന് എതിര്. ഒരു കാരണവശാലും ടികോമിന് നഷ്ടപരിഹാരം നൽകാൻ പാടില്ല. ഭൂമി കച്ചവടമാണ് സർക്കാരിന്റെ ലക്ഷ്യം എന്ന ആക്ഷേപം വ്യാപകമാണ്. അങ്ങോട്ട് പണം നൽകി പദ്ധതിയിൽ നിന്നും പിന്മാറാനുള്ള ഏകപക്ഷീയമായ നീക്കം സർക്കാർ പുനരാലോചിക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. വയനാടിന് സഹായം വാഗ്ദാനം ചെയ്ത കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്ത് പുറത്ത്. 100 വീടുകൾ നിർമ്മിക്കാൻ കർണാടക സർക്കാർ കാണിച്ച പിന്തുണയ്ക്ക് നന്ദി. നിർദ്ദിഷ്ട ടൗൺഷിപ്പിന്റെ വിശദാംശങ്ങളുമായി ഉടൻ ബന്ധപ്പെടുമെന്നും മറുപടി. ഈ മാസം 13-നാണ് മുഖ്യമന്ത്രി കത്തയച്ചത്. സഹായ വാഗ്ദാനത്തോട് കേരളം പ്രതികരിച്ചില്ലെന്ന് കർണാടക വിമർശിച്ചിരുന്നു. CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി ആദ്രശ്ശേരിയുടെ പരിഹസിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്തയെ ശുദ്ധീകരിക്കാൻ പുറത്തുനിന്നും ആരും വരേണ്ടെന്ന് തങ്ങൾ. പ്രതികരണം സമസ്തയിൽ ശുദ്ധീകരണം വേണമെന്ന് ഹക്കീം ഫൈസി ആദ്രശ്ശേരി ആവശ്യപ്പെട്ടതിന് പിന്നാലെ. CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി ആദ്രശ്ശേരിക്കെതിരെ സമസ്ത നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ. സമസ്തയെ നയിക്കുന്നവർ ശരിയല്ല എന്ന് പറയുന്നത് അംഗീകരിക്കാനാകില്ല. സമസ്തയെ നയിക്കുന്നവർ സമൂഹത്തിൽ അംഗീകാരമുള്ളവരാണെന്നും അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. ഗവർണറുടെ ചടങ്ങിൽ കറുത്ത വസ്ത്രത്തിന് വിലക്ക്. തിരുവനന്തപുരം കാരമൂട് ബിഷപ്പ് പെരേര സ്കൂളിലെ പരിപാടിയിലാണ് കറുപ്പ് വസ്ത്രത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത്. രക്ഷിതാക്കൾ കറുത്ത വസ്ത്രം ധരിച്ചു വരരുതെന്നാണ് സ്കൂൾ അധികൃതരുടെ നിർദ്ദേശം. കേരള സർവകലാശാലയിൽ നാളെ നടക്കാനിരിക്കുന്ന ഗവർണറുടെ സെമിനാറിനെതിരെ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ. സിൻഡിക്കേറ്റ് അറിയാതെയാണ് ഗവർണറെ സെമിനാറിലേക്ക് ക്ഷണിച്ചത്. RSS നിശ്ചയിച്ച പരിപാടിയിലാണ് നടക്കുന്നതെന്നും ആരോപണം. മുനമ്പം റിലേ നിരാഹാര സമരം 64-ാം ദിവസം. ഐക്യദാർഢ്യവുമായി പോണേക്കര സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളിയിൽ നിന്നുള്ള പ്രതിനിധികൾ സമരപ്പന്തലിൽ. ഇടവക വികാരി ഫാദർ ബിബു ആന്റണി കാടംപറമ്പിലിന്റെ നേതൃത്വത്തിൽ സന്ദർശനം. KSRTCയിൽ ഒറ്റത്തവണയായി ശമ്പള വിതരണം തുടങ്ങി. ശമ്പളത്തിനായി സർക്കാർ നൽകുന്ന തുകയുടെ ആദ്യ ഗഡുവായ 30 കോടി രൂപ KSRTCക്ക് നൽകി. ഒറ്റത്തവണയായി തന്നെ ശമ്പള വിതരണം ചെയ്യുന്നത്. 5 ദിവസത്തെ KSRTCയുടെ ഇന്ധനത്തിനായി നൽകേണ്ട തുക കൂടി ശമ്പളത്തിനായി മാറ്റിവെച്ചു.
കാനനപാത വഴി എത്തുന്നവർക്ക് ദർശനത്തിന് പുതിയ സൗകര്യമൊരുക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. എരുമേലി വഴി വരുന്നവർക്ക് നേരിട്ട് വാവർനട വഴി പ്രവേശനം നൽകാൻ തീരുമാനം. വനംവകുപ്പ് പ്രത്യേക പാസ് നൽകി ഭക്തരെ കടത്തിവിടും. നീലിമല കയറാതെ സ്വാമി അയ്യപ്പൻ റോഡ് വഴി ഇവർക്ക് സന്നിധാനത്തെത്താം. നടപ്പന്തലിലും ഇവർക്ക് വരി നൽകേണ്ടതില്ലെന്നും തീരുമാനം. ശബരിമലയിൽ എത്തുന്ന VIP-കൾക്ക് പ്രത്യേക പരിഗണന നൽകാതിരിക്കാനാകില്ലെന്ന് ദേവസ്വം ബോർഡ്. സുപ്രീം കോടതി ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർ എത്തുമ്പോൾ ദർശനത്തിന് പ്രത്യേക സൗകര്യം ഒരുക്കി നൽകേണ്ടി വരും. ഭക്തരുടെ ദർശനം തടസ്സപ്പെടുത്താതെ ഇതിനുള്ള ക്രമീകരണം ഒരുക്കുകയാണ് ബോർഡ് ചെയ്യുന്നതെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത്. പമ്പ നിലയ്ക്കൽ പാതയിൽ കാട്ടുകൊമ്പൻ ഇറങ്ങി. തീർത്ഥാടന വാഹനങ്ങൾക്ക് കുറുകെ നടന്ന കൊമ്പൻ റോഡിൽ നിലയുറപ്പിച്ചു. വാഹനങ്ങൾ ഒതുക്കി നൽകിയതോടെ കൊമ്പൻ കാട് കയറി കാട്ടാന ഇറങ്ങിയത് രാവിലെ 7 മണിയോടെ. ഇടുക്കി മാങ്കുളം ആനക്കുളത്ത് കാട്ടാനയെ അവശനിലയിൽ കണ്ടെത്തി. ആനയുടെ വലതുകാലിന് അസുഖം ബാധിച്ചിട്ടുണ്ടാകാമെന്നാണ് അധികൃതരുടെ നിഗമനം. പിടിയിലായ പിടിയാനയാണ് അവശനിലയിൽ കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടറും ആനയെ നിരീക്ഷിച്ചു വരികയാണ്. ഇനി ദേശീയ വാർത്തകൾ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലോക്സഭയിൽ എത്തുന്നത് 2 ബില്ലുകൾ. ബില്ലിന്റെ പകർപ്പ് MP-മാർക്ക് ലഭിച്ചു. സോണിയാഗാന്ധിയുടെ കൈവശമുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ കത്തുകൾ തിരിച്ചേൽപ്പിക്കാൻ ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് കത്ത്. നെഹ്റു മെമ്മോറിയൽ ഭരണസമിതി അംഗം റിസ്വാൻ ഖദ്രിയാണ് കത്തയച്ചത്. നെഹ്റു എഡ്വിന മൗണ്ട് ബാറ്റൺ അയച്ച കത്തുകൾ ജയപ്രകാശ് നാരായൺ, ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നിവർക്ക് അയച്ച കത്തുകളും തിരിച്ചു നൽകണമെന്ന് രാഹുലിനോട് റിസ്വാൻ ഖദ്രി. ബിസിനസ് വാർത്തകൾ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞു. 3 പൈസയുടെ നഷ്ടത്തിൽ 84.83 എന്ന നിരക്കിൽ രൂപ. കഴിഞ്ഞ ദിവസമുണ്ടായത് 84.88 എന്ന സർവകാല തകർച്ച. ഓഹരി വിപണിയിലെ ചലനങ്ങളും പണപ്പെരുപ്പവുമാണ് ബാധിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 57,120 രൂപ, ഗ്രാമിന് 7,140. കായിക വാർത്തകൾ. പരിശീലകൻ മിഖായേൽ സ്റ്റാറയെ പുറത്താക്കി കേരള ബ്ലാസ്റ്റേഴ്സ്. സഹപരിശീലകരെയും പുറത്താക്കി. ടീമിന്റെ ഈ സീസണിലെ മോശം പ്രകടനമാണ് കാരണം. 12 മത്സരങ്ങളിലെങ്കിലും ബ്ലാസ്റ്റേഴ്സ് തോറ്റിരുന്നു. ജസ്പ്രീത് ബുംറയ്ക്കെതിരായ അധിക്ഷേപത്തിൽ ക്ഷമാപണം നടത്തി മുൻ ഇംഗ്ലണ്ട് താരം ഇസ ഗുഹ. ഇന്ത്യൻ പേസറുടെ പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തെറ്റായ വാക്ക് തെരഞ്ഞെടുത്തു. സംഭവത്തിൽ അങ്ങേയറ്റം ഖേദിക്കുന്നുവെന്നും ഇസ. കമന്ററിക്കിടെ ഇസ ബുംറയെ വിളിച്ചത് കുരങ്ങ് എന്നർത്ഥം വരുന്ന പരാമർശം. വെസ്റ്റ് ഇൻഡീസ് വനിതകൾക്കെതിരായ ആദ്യ T20-യിൽ ഇന്ത്യക്ക് 49 റൺസ് ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 195 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ വിൻഡീസിന് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 146 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. അന്താരാഷ്ട്ര വാർത്തകൾ. ബംഗ്ലാദേശിലെ ഇടക്കാല നേതാവായ മുഹമ്മദ് യൂനുസിനെതിരെ പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. യൂനുസ് ജനങ്ങളോട് ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരു ജനാധിപത്യ വിരുദ്ധ ഗ്രൂപ്പിന്റെ തലവനാണെന്ന് ഹസീന. ഈ സർക്കാർ ജനാധിപത്യ വിരുദ്ധമായി തെരഞ്ഞെടുക്കപ്പെട്ടതല്ല. വിമോചന യുദ്ധത്തിന്റെ ആത്മാവിനെയും ശബ്ദത്തെയും അടിച്ചമർത്തുകയാണ് ലക്ഷ്യം. യൂനുസിനെ ഫാസിസ്റ്റാണെന്നും സ്വതന്ത്ര വിരുദ്ധ തീവ്ര വർഗീയ ശക്തികളെ രഹസ്യമായി പിന്തുണയ്ക്കുകയാണെന്നും ഷെയ്ഖ് ഹസീന. ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ തെരഞ്ഞെടുപ്പ് നടത്താൻ ബംഗ്ലാദേശ് പദ്ധതിയിടുന്നതായി ഇടക്കാല നേതാവ് മുഹമ്മദ് യൂനുസ്. വിജയദിന ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഒരു ടെലിവിഷൻ പ്രസംഗത്തിലാണ് പരാമർശം. തെരഞ്ഞെടുപ്പിന്റെ സമയക്രമം പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശകളെ ആശ്രയിച്ചിരിക്കും. 2025 അവസാനത്തോടെ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഹമ്മദ് യൂനുസ്.
3 ആഴ്ചകളോളം നീണ്ട ആക്രമണങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും അറുതിയായതോടെ സിറിയയിലെ കുഞ്ഞുങ്ങൾ വീണ്ടും സ്കൂളുകളിലെത്തി. പുതിയ പതാക ഉയർത്തിയതോടെ കുട്ടികൾ ആവേശത്തിലായി. കുട്ടികൾക്ക് എല്ലാവിധ സുരക്ഷയും ഉറപ്പാക്കിയതായി സ്കൂൾ അധികൃതർ. ഉക്രൈനിയൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള റഷ്യൻ ആക്രമണം ശക്തം. അമേരിക്കൻ നിർമ്മിത മിസൈൽ ലോഞ്ചറുകൾ, സൈനിക താവളം എന്നിവ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം. ഉക്രൈനിലെ 2 സെറ്റിൽമെന്റുകളുടെ നിയന്ത്രണവും ഏറ്റെടുത്തു. ചെറുത്തുനിന്ന് യുക്രൈൻ. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിനെ തുടർന്ന് ദക്ഷിണ കൊറിയൻ ഭരണകക്ഷി നേതാവ് രാജിവെച്ചു. സ്ഥാനമൊഴിഞ്ഞത് ഹാൻ ഡോങ് ഹൂൺ. ഹാൻ പാർലമെന്റിൽ വാർത്താ സമ്മേളനത്തിനിടെ രാജി പ്രഖ്യാപനം. പട്ടാള നിയമ പ്രഖ്യാപനത്തെ ഭയന്ന് ദുരിതമനുഭവിക്കുന്ന ദക്ഷിണ കൊറിയൻ ജനതയോട് മാപ്പ് പറഞ്ഞ് ഹൂൺ. ഡെവിൻ ന്യൂസ് വൈറ്റ് ഹൌസ് രഹസ്യാന്വേഷണ വിഭാഗം ഉപദേഷ്ടാവാകും. ട്രൂത്ത് സോഷ്യൽ മേധാവിയുടെയും ഡെവിൻ തുടരുമെന്ന് ട്രംപ്. ട്രംപിന്റെ മുൻ ഭരണകാലത്തും ന്യൂസ് ഹൌസ് ഇന്റലിജൻസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു. മലപ്പുറം SP മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ ഇവിടെ SOG ക്യാമ്പിൽ പൊതുദർശനത്തിന് സ്റ്റാഫിൻ്റെ ദർശനത്തിനായിട്ട് വെച്ചിരിക്കുകയാണ്. പ്രാഥമികമായിട്ട് ഈ സംഭവത്തിനകത്ത് മരണകാരണം ഗൺ ഷോട്ട് വൂണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കഴുത്തിന് ഏറ്റിരിക്കുന്ന വൂണ്ട് അത് സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ആണ് എന്നുള്ളതാണ് പ്രൈമറിലി മനസ്സിലാവുന്നത്. അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൽ ഇത് 2011 ഇന്ത്യ റിസർവ് ബറ്റാലിയൻ IRB ഫോം ആവുന്ന സമയം മുതലുള്ള ഒരു സമർത്ഥനായിട്ടുള്ള കമാൻഡോ ആണ്. നിരവധി ഓപ്പറേഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പീരിയോഡിക്കൽ റിഫ്രഷർ ട്രെയിനിങ്, കമാൻഡോ ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കേണ്ട വ്യക്തികളായതുകൊണ്ട് അതിൻ്റെ റിഫ്രഷർ കോഴ്സുകൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം മുതൽ ഇവിടെ ഉണ്ട്. ക്യാമ്പിൽ നിരവധി ടെസ്റ്റുകളുടെ ഭാഗമായിട്ടുള്ള ഇതിനകത്ത് ഒരു ടെസ്റ്റിനകത്ത് അദ്ദേഹം പരാജയപ്പെടുകയുണ്ടായി. അതേ മാത്രമല്ല മറ്റ് 9 പേര്, മൊത്തം 10 പേര് പരാജയപ്പെടുകയുണ്ടായി. അവർക്കൊരു ഫർദർ റിഫ്രഷർ കോഴ്സുകൾ ഇതിന് മുന്നേ തോറ്റിരിക്കുന്നവരടക്കമുള്ളവരെല്ലാവർക്കും കൂടി 33 പേർക്കോ മറ്റോ ഒരുമിച്ചിട്ടുള്ള കോഴ്സ് ഇന്ന് ആരംഭിക്കുവാനിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനകത്തുള്ളൊരു പരാജയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന്, ഒരു മാനസിക ബുദ്ധിമുട്ട് അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാനായിട്ട് ആസ് ഓഫ് നൗ. അതേ തുടർന്ന് അദ്ദേഹം ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കോഴ്സിന് മുന്നേ ആയിട്ട് അദ്ദേഹത്തിന് ലീവ് അനുവദിച്ചിരുന്നു. അതായത് 9-ാം തീയതി, കഴിഞ്ഞ 9-ാം തീയതിയാണ് അദ്ദേഹം ലീവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 9-ാം തീയതി ലീവിന് ഉച്ചയ്ക്ക് പോയതിനു ശേഷം 10, 11, 12 തീയതികളിൽ അദ്ദേഹത്തിൻ്റെ ലീവ് കഴിഞ്ഞതിന് ശേഷം 13-ാം തീയതി രാവിലെ 10 മണിക്ക് ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെയും മിനിങ്ങാന്നും സ്വാഭാവികമായിട്ടും ഹോളിഡേയ്സ് ആയതുകൊണ്ട് ക്യാമ്പിൽ ആക്ടിവിറ്റീസ് ഇല്ല. ഇന്ന് മുതലാണ് ട്രെയിനിങ് ആരംഭിക്കേണ്ടിയിരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാനസിക ബുദ്ധിമുട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അദ്ദേഹം പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പ്രാഥമികമായിട്ട് ഈ കേസിൻ്റെ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അന്വേഷണം ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള കൊണ്ടോട്ടി DYSPയിലേക്ക് അന്വേഷണം മാറ്റിയിട്ടുണ്ട്. അദ്ദേഹമാണെങ്കിൽ മൂലം തുടരന്വേഷണം നടത്താം. പ്രാഥമികമായിട്ടുള്ള നടപടികൾക്ക് ശേഷം ഇനി വിശദമായിട്ടുള്ള മൊഴികളടക്കം രേഖപ്പെടുത്തി തുടരന്വേഷണം ഇനി ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇതാണിപ്പം വളരെ ബേസിക്കായിട്ട് ഈ കേസിനെ കുറിച്ച് പറയാനുള്ളത്. ഹലോ, തീർച്ചയായിട്ടും ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, കമാൻഡോസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യത്തിന് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് ഓപ്പറേഷൻസ് അടക്കമുള്ള വളരെ കായികാധ്വാനം റിക്രൂട്ട്മെന്റ് ശൈലി തന്നെ അങ്ങനെയാണ്. അപ്പം അവരുടെ റൂൾസിനകത്തും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ റെഗുലർ റിഫ്രഷർ ട്രെയിനിങ് അടക്കമുള്ളത്.
അത് ഇത്തരത്തിൽ മാവോയിസ്റ്റ് അഫക്റ്റഡ് സ്റ്റേറ്റുകളിലെല്ലാത്തിനകത്തും അങ്ങനെ കീപ്പ് ചെയ്യുന്ന SOG ക്യാമ്പിലെ കമാൻഡോയുടെ ആത്മഹത്യയെക്കുറിച്ചാണ് മലപ്പുറം SP സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ മരണകാരണം കഴുത്തിനേറ്റ മുറിവാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ആവശ്യമായ ലീവ് അനുവദിച്ചിരുന്നു. SOG ക്യാമ്പിലെ റിഫ്രഷ്മെന്റ് കോഴ്സിന് മുമ്പായിരുന്നു ലീവ് അനുവദിച്ചത് എന്നും അദ്ദേഹം പറയുന്നു. ഇനി ഫാസ്റ്റ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ലൈവ് at 6 ആര്യ ആർ ദേവൻ ചേരും.